ഡോക്ടർ, നമ്മൾ ഈ ഹജ്ജിന് പോകുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അതുപോലെ തന്നെ ചൂടും ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹജ്ജിന് പോകുമ്പോൾ ആദ്യം നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ ഒന്ന് റെഡി ആവുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന് ഇപ്പോൾ വാക്സിൻസ് ചിലത് നിർബന്ധമുണ്ട്. ഇപ്പോൾ മെനിഞ്ചോകോക്കൽ വാക്സിൻ, ഓക്കെ. ബ്രെയിൻ ഫീവർ വരാതിരിക്കാനുള്ള വാക്സിൻ, പിന്നെ അത് എടുക്കൽ കമ്പൽസറിയാണ്. പിന്നെ അതല്ലാതെ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷനൊക്കെ ഹൈ റിസ്ക് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസായിട്ട് ഹാർട്ട് ഫെയിലിയർ ഒക്കെ വന്ന ആളുകൾക്ക് ഈവൻ ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവിടെ പോയിട്ട് പെട്ടെന്നൊരു ന്യൂമോണിയ വന്ന് പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ പ്രൊട്ടക്ഷൻ. വളരെ പ്രൊട്ടക്ഷനാണ്. അതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം വാക്സിനേഷൻ. പിന്നെ രണ്ടാമത് നമ്മൾ പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ ഇപ്പം രോഗികളാണെങ്കിൽ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ വലിയ പേടിക്കേണ്ട ഒന്നുമില്ല. പക്ഷേ ഈ ഹജ്ജിന് പോകുന്ന അധികം ആളുകളും കുറച്ചൊരു എൽഡർലി പോപ്പുലേഷൻ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ മിക്കവാറും ആളുകൾക്കും ചിലപ്പം ഡയബറ്റീസ് ഉണ്ടാവാം, ചിലപ്പോൾ പ്രഷർ ഉണ്ടാവാം, ക്രോണിക് ഡിസീസുകൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കാം. അപ്പം അത്തരം ആളുകൾ പോകുന്നതിൻ്റെ തൊട്ട് മുൻപ് അവർ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ പോകുന്ന സമയത്തുള്ള അവരുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാനും, പിന്നെ അവരുടെ മരുന്നിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമോ എന്നും ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്നിട്ട് ഈ മരുന്നുകളൊക്കെ കരുതി കൊണ്ടുപോവുക. കാരണം അവിടെ എത്തി പിന്നെ പെട്ടെന്ന് മരുന്ന് തീർന്നു പോയി, അതൊക്കെ വലിയ കൺഫ്യൂഷൻ ആവും. കാരണം ഇത്രയധികം മില്യൺസ് ഓഫ് ആളുകൾ വരുന്ന ഒരു ഗ്യാതറിംഗ് ആണത്. അപ്പം ആ സമയത്ത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷന് പോകാതിരിക്കാൻ വേണ്ടി അഡിക്വേറ്റ് ആയിട്ടുള്ള മരുന്ന് കൊണ്ടുപോവുക. ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു 1 week to 2 weeks അഡീഷണൽ മരുന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, ഇങ്ങനത്തെ ഒക്കേഷണലി നടക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ മെഡിസിനൊക്കെ കൊണ്ടുപോയി കഴിയുന്നതും അവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും കാണിക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഒരു ഹജ്ജിന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ഈ ഇൻഫെക്ഷൻ വരുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. ഈ ഹജ്ജിന് പോയിട്ടോ, ഇനി ഹജ്ജ് മാത്രമല്ല ഏതൊരു പിൽഗ്രിമേജ് ഗാദറിങ്ങിലും ഒരു നമ്പർ 1 ഇൻഫെക്ഷൻ എന്താണെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. എന്ന് വെച്ചാൽ ചുമ വരും. ഈ ഹജ്ജിന് പോയവരും ഉംറയ്ക്ക് പോയി വന്നവരൊക്കെ കുറേ ദിവസം ക്രോണിക് കോഫ് ഉണ്ടാവും. ഈ ചുമ വരുന്നതിൻ്റെ കാരണം വൈറൽ ഇൻഫെക്ഷനാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തത് ഫുഡ് ബോൺ ഡിസീസസ് ആണ് ഇങ്ങനത്തെ സ്ഥലത്ത് വരിക. അപ്പോൾ ഈ 2 കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഈ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ആണ്. അത് വരാതെ നോക്കുക. അത് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? ക്രൗഡ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരുപാട് ആളുകൾ, അപ്പുറത്തുള്ള ആളുകൾ ചുമക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാസ്ക് ഉപയോഗിക്കുക. ഇപ്പോൾ ഹജ്ജിന് പുറപ്പെട്ട് തിരിച്ചു വരുന്നവരെ കംപ്ലീറ്റ് കോവിഡ് കാലത്തെ പോലെ മാസ്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല. അത് വളരെ ഡിസ്കംഫർട്ട് ആണ്. എനിക്ക് പേഴ്സണലി പോലും ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ വളരെ ക്രൗഡിൽ തിങ്ങിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ പേര് ചുമക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് മാസ്ക് ധരിക്കുക. എന്നാൽ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, ഫുഡ് എപ്പോഴും സേഫായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഫുഡ് ബോൺ ഡിസീസ്, ഫോർ എക്സാമ്പിൾ, ഏറ്റവും മുഖ്യം വെള്ളം. ഈ ഫുഡ് ബോൺ ഡിസീസിൽ അധികം വരുന്നത് വെള്ളത്തിൽ കൂടിയാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള വെള്ളം അവിടെ നമുക്ക് ആക്ച്വലി നല്ല സേഫ് ആയിട്ടുള്ള വെള്ളം കിട്ടും. അത് സേഫായിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ, തൊണ്ടവേദന, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ കഴിയുന്നതും ചുടുവെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ഫ്ലാസ്ക് നമ്മുടെ കൂടെ, നമ്മുടെ ഹാൻഡ് ബാഗേജിൽ കരുതുന്ന എപ്പോഴും നന്നായിരിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചൂടുള്ള വെള്ളം ഫ്ലാസ്കിൽ കൊണ്ടുപോയി പിന്നെ ഇവന് വരെ നമുക്ക് കുടിക്കുന്ന പോലെ ഈ 2 കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂന്നാമത്, ഈ ആരോഗ്യം കുറഞ്ഞ ആളുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആണ്, നമ്മൾ ഹാർട്ട് പേഷ്യൻസ് നമ്മളോട് പല ആളുകളും പോകുന്നതിന് മുമ്പ് ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഒരു പമ്പിങ്ങിന് വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ട്. ഹെൽത്തി ആയ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതോ ബൈപ്പാസ് ചെയ്തതോ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ബിക്കോസ് അവരുടെ ഹാർട്ട് ഫിറ്റാണ്. നേരെ മറിച്ച് കുറേ ആളുകളുണ്ടാവും ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് വീക്കായ ആളുകളാണ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മറ്റ് റെസ്പിറേറ്ററി ട്രാക്ക് വീക്കായിട്ടുള്ള ആളുകൾ, അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മിനിമം റിക്വയർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രം ചെയ്യാം. ഈ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് വെച്ചാൽ, അവിടെ തവാഫ് എന്ന് പറയും, നമ്മൾ മക്കത്ത് കഅബ ഷെരീഫിൻ്റെ ചുറ്റും നടക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, തവാഫ് ചെയ്യാന്ന് പറയും. അതും പിന്നെ അതേപോലെ മറ്റ് ചടങ്ങുകളൊക്കെ ഒരുപാട് ഫിസിക്കലി നമ്മൾ നടക്കേണ്ട ഒരു ചടങ്ങുകളാണ്. തീരെ വയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വീൽ ചെയർ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി മറന്ന്, അവരുടെ രോഗാവസ്ഥയെ മറന്ന് അവരൊരുപാട് ഓവറായിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. എന്നിട്ട് ഈ ഹജ്ജിന് മുൻപ് 1-2 ആഴ്ച മുമ്പ് പോകുന്ന ആളുകൾ അവസാനം ഹജ്ജിന്റെ നിർബന്ധ ഘട്ടത്തിൽ എന്താവും, അവരാകെ വീക്കായി പോകും. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് മുൻപ് അവിടെ എത്തുന്നവർ പ്രത്യേകിച്ച് അവർ ഹജ്ജിന്റെ ആ ചടങ്ങുകളുണ്ട്, 1-2 ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് ചടങ്ങ്, അതാണ് മസ്റ്റ് ആയിട്ടുള്ള ചടങ്ങ്. ആ ചടങ്ങ് അവസാനം
ചെയ്യാൻ പറ്റാതാകുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ തുടക്കത്തിൽ പോകാൻ പാടില്ല. ഓക്കെ. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ്. ഓവറായിട്ട് നമ്മൾ ഓടി നടന്ന് എക്സേർട്ട് ചെയ്യാൻ. എക്സേർട്ട് ചെയ്ത് എക്സോസ്റ്റ് ആയി പോകരുത് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ. പിന്നെ മറ്റൊന്ന്, ഇപ്രാവശ്യത്തെ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഒരു സമ്മറിലാണ്, യെസ്. അത്യാവശ്യം നല്ല ചൂടായിരിക്കും എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷനാണ് മറ്റൊരു പ്രശ്നം. അത് തീർച്ചയായിട്ടും ഈ കിഡ്നി രോഗമോ അല്ലെങ്കിൽ ഹാർട്ട് രോഗമോ ഉണ്ടായിട്ട് റെസ്ട്രിക്ഷൻ പറയാത്ത എല്ലാ നന്നായിട്ട് വെള്ളം കുടിക്കും. ഡീഹൈഡ്രേഷൻ വന്നിട്ട് കൊളാപ്സ് ആയി. അതേപോലെ ഫുഡും നമ്മൾ ഓവറായിട്ടും കഴിക്കരുത്, അണ്ടറായിട്ടും കഴിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയം ഉണ്ടാവും. ചിലപ്പോൾ നടുവിൽ ഫുഡിന് ഒരു ഡിലേ വന്നേക്കാം. അതുകൊണ്ട് അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. അതേസമയത്ത് ഓവറായിട്ട് കഴിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. കഴിയുന്നതും നമ്മൾ എല്ലാവരും ഒരു വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ അവർ ഒരു ഭക്തിയുടെ ഒരു ഇതിലായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഉറക്കമെല്ലാം ഒഴിച്ച് ടൈം ഭക്തിയിലാവുന്ന സമയത്ത് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരാം. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കുഴപ്പമില്ല. അല്ലാത്ത ആളുകൾ അവർ റെസ്റ്റ് കൊടുക്കേണ്ടത് റെസ്റ്റ് കൊടുക്കുകയും ഉറങ്ങേണ്ട സമയം ഉറങ്ങുകയും ചെയ്ത് അവരുടെ ഇബാദത്തുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനൊരുപാട് സ്ട്രെയിൻ ചെയ്ത് അവസാനം നമ്മുടെ റിയൽ ആയിട്ടുള്ള കർമ്മം ചെയ്യുന്നതിന് തടസ്സം വന്നേക്കാം. പിന്നെ മറ്റൊന്ന്, ഈ രോഗങ്ങളുള്ള ആളുകൾ, ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അവിടുത്തെ ഹെൽത്ത് കോൺടാക്ട് നമ്പേഴ്സ്, ഇൻ കേസ് ഓഫ് എമർജൻസി നമ്മൾ എന്ത് ഡീൽ ചെയ്യണം എന്നൊക്കെ ചെന്ന ഉടനെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നതല്ലാണ്. അവിടെ എമർജൻസി നമ്പേഴ്സ് ഉണ്ട്, എമർജൻസി ആംബുലൻസ് നമ്പേഴ്സ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെ പോകണം എന്നുള്ള അതിൻ്റെ ഹെൽത്ത് ബൂത്തുകളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം അറിയാത്ത സ്ഥലവും കൂടി ആയിരിക്കും. അതെ, അതാണ് ഒരു ബ്രോഡായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം.